റോഡരികിലുള്ള സൈൻ ബോർഡുകൾ സാധാരണ യാത്രക്കാർക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ പത്തനംതിട്ട തെക്കേമലയിൽ ഒരു സൈൻ ബോർഡ് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട്. പൊതുനിരത്തുകളിൽ കൂടി അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ മാത്രമല്ല യാത്രക്കാരുടെ ജീവന് ഭീഷണി. പൊതുമരാമത്ത് വകുപ്പിന്റെ ചില ഫ്ലക്സ് ബോർഡുകളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ കോഴഞ്ചേരിക്ക് സമീപം തെക്കേമല എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. സൈൻ ബോർഡ് എന്ന പേരിന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്ഥലപ്പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഭാഗം ഇളകിപ്പോയ അവസ്ഥയിലാണ്. ഇനി ആകെ അവശേഷിക്കുന്നത് ഈ ഇരുമ്പ് കമ്പികൾ മാത്രമാണ്. ഈ ഇരുമ്പ് കമ്പികളാണ് ഇപ്പോൾ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായിരിക്കുന്നത്. പരാതി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? പരാതി ഇപ്പം നമ്മൾ PWD പോർട്ടലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. PWD അധികാരികൾ ഇന്നലെ വിളിച്ച് നമ്മുടെ പരാതി അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം 5 അടിയിലധികം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലാണ് ഈ ആംഗ്ലിയറുകൾ ഇപ്പം കാണുന്നത്. നേരത്തെ ദിശാ ബോർഡ് സ്ഥാപിച്ചതാണ്. എന്നാൽ അത് എങ്ങനെയോ കാലപ്പഴക്കം വന്നതോ അതോ നശിപ്പിക്കപ്പെട്ടതോ ആണെന്ന് തന്നെ സംശയിക്കുന്നു. നശിപ്പിക്കപ്പെട്ടതാണെന്ന് സംശയിക്കുന്നുണ്ടോ? നശിപ്പിക്കപ്പെട്ടതാണെന്ന് സംശയിക്കുന്നു. കാരണം അതിന്റെ ഒരു ഭാഗത്തെ കുറ്റി ആ റോഡിലേക്ക് തന്നെ നിൽപ്പുണ്ട്. ഇപ്പോഴും അത് കാണാം. ആ ഭാഗം തന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറുകൾ കീറും. ഇവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായതിനു ശേഷമാണ് സാധാരണ ഇവിടെ നടപടി എടുക്കാൻ വരാറ്. അങ്ങനെ വന്നിട്ട് എന്താണ് പ്രയോജനം? ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആർക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റും? ആർക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് കോഴഞ്ചേരി പൗരാവലിയുടെ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തെക്കേമല ജംഗ്ഷനിൽ ഇങ്ങനെ യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ ഉപയോഗശൂന്യമായ സൈൻ ബോർഡിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. അപകടം ഉണ്ടായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും നല്ലതാണല്ലോ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ആ കമ്പിയൊക്കെ ഒന്ന് മാറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.